ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഏർക്കാട് തന്നെയുള്ള ലേഡി സീറ്റ് എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. എന്തോ ഞങ്ങൾ പോയ ദിവസം അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയർ നന്നായിട്ട് ആസ്വദിക്കാൻ കഴിഞ്ഞു. ഇവിടെ പകൽ സമയത്ത് മാത്രമേ പ്രവേശനമുള്ളൂ കേട്ടോ. ഇവിടെയുള്ള മലനിരകളുടെ ഭംഗി ആസ്വദിക്കാൻ പാകത്തിന് നിരവധി വ്യൂ പോയിന്റുകളാണ് ഇവിടെ ഉള്ളത്. പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു ബ്രിട്ടീഷ് വനിത ഇവിടെ ഉള്ള ഏതോ ഒരു പാറയുടെ മുകളിലിരുന്ന് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ എന്നും വന്ന് ഇരുന്ന് ആസ്വദിക്കുമായിരുന്നു. അങ്ങനെയാണ് ഇവിടെ ഇതിന് ലേഡി സീറ്റ് എന്ന പേര് കിട്ടിയതെന്നാണ് പറയുന്നത്. ഇതിൻ്റെയൊക്കെ താഴെ ചെറിയ പാറകളിൽ വലുതും ചെറുതുമായ കുരങ്ങന്മാർ അവരും അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ ആസ്വദിക്കുകയാണ് കേട്ടോ. വീഡിയോ എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ അബദ്ധവശാൽ വല്ല ഫോൺ താഴെ പോയാലോ എന്ന് വിചാരിച്ച് അത് വേണ്ടാന്ന് വെച്ചു. പൂക്കൾ എൻ്റെ വീക്ക്നെസ് ആയതുകൊണ്ട് ഇതൊന്ന് വെറുതെ സൂം ചെയ്യാമെന്ന് കരുതി. കാഴ്ചകളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായി. പിന്നെ ഏർക്കാട് നിന്ന് തിരിച്ചു പോരുന്ന വഴിക്ക് ഉള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കയറിയത്. ഇച്ചിരി ഉള്ളിലേക്ക് കയറി കേട്ടേ റെസ്റ്റോറൻറ്റ്. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഏർക്കാട് തന്നെയുള്ള പഗോഡ പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഒത്തിരി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനി പഗോഡ പോയിന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏർക്കാടിൻ്റെ മലനിരകളുടെ കിഴക്ക് ഭാഗത്തായി ഒരു പിരമിഡിൻ്റെ ആകൃതിയിലാണ് പഗോഡ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല കണ്ണിന് കുളിർമ കിട്ടുന്ന കാഴ്ചയാണ് കേട്ടോ. നല്ല പച്ചപ്പുള്ള മലനിരകളും പിന്നെ താഴ്വരയും പുഴയും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടെ ചെറിയ ചെറിയ ധാരാളം കടകളും ഉണ്ട്, അങ്ങറ്റം വരെ ഉണ്ട് കേട്ടോ. എല്ലാത്തിനും നല്ല വിലയാണ് പറയുന്നത്. അമല എന്തെങ്കിലും വാങ്ങാൻ പറ്റിയതുണ്ടോയെന്ന് നോക്കിപ്പോണ പോക്കാണ് കേട്ടോ അത്. അങ്ങനെ അതിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി. ഒരു റെയിൻബോ സ്പ്രിങ് അങ്ങനെ അവിടുന്ന് വാങ്ങി. ഏർക്കാടിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്ന റൂട്ടാണ് കേട്ടോ ഇത്. ഇനി പോണ്ടിച്ചേരിക്കാണ് പോകുന്നത്. ഇതുവഴി തിരിച്ചു പോകുന്ന വഴിക്കുള്ള വ്യൂ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നല്ല പച്ചപ്പും ഒരേ ലെവലിലാണ് ഈ മരമൊക്കെ നിൽക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ കാഴ്ച കാണാനായിട്ട്. അങ്ങനെ രാത്രിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കാനായിട്ട്. അവിടുന്ന് ഹൈദരാബാദ് ബിരിയാണി ഓർഡർ ചെയ്തു. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ബിരിയാണിയാണ് ഹൈദരാബാദ് ബിരിയാണി, പക്ഷെ നിവൃത്തിയില്ലാണ്ട് കഴിച്ചു. അപ്പോൾ പോണ്ടിച്ചേരി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.